നമസ്കാരം. റാഫ്റ്റോ ഫുട്ബോളിലേക്ക് അവർക്കും സ്വന്തം പൊളിച്ചടുക്കി FC ബാഴ്സലോണ 4-1 വിജയം സെവിയ്യക്ക് മേൽ നേടിയതോടുകൂടി ലാലിഗയിലെ പോയിന്റ് പട്ടിക വളരെ ടഫായിട്ട് മാറിയിരിക്കുകയാണ്. കിടിലൻ പോരാട്ടമായി മാറിയിരിക്കുകയാണ്. ഒറ്റ പോയിന്റിന്റെ വ്യത്യാസമാണ് രണ്ടാം സ്ഥാനക്കാരായ അത്ലറ്റിക്കോയുമായി ഇപ്പോൾ FC ബാഴ്സലോണക്കുള്ളത്. ഒന്നാം സ്ഥാനക്കാരായിട്ടുള്ള റയലുമായിട്ട് 2 പോയിന്റ് വ്യത്യാസം. ഇനിയാണ് കളി. 4-1 വിജയം സെവിയ്യക്കെതിരെ നേടുമ്പോൾ റോബർട്ട് ലെവൻഡോസ്കി, ഫെർമിൻ ലോപ്പസ്, റാഫീഞ്ഞ, ഗാർഷ്യ എന്നിവരാണ് ബാഴ്സലോണക്കായിട്ട് ഗോളുകൾ നേടിയത്. മറുഭാഗത്ത് വർഗാസ് ആയിരുന്നു സെവിയ്യയുടെ ഗോൾ കണ്ടെത്തിയത്. ലോപ്പസിന്റെ കാര്യം രണ്ടാം പകുതിയിൽ സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് വന്നു. വളരെ പെട്ടെന്ന് ടീമിന് വേണ്ടി ഗോൾ കണ്ടെത്തി. എന്നാൽ അധികം വൈകാതെ റെഡ് കാർഡും കണ്ടുപോയി. ഒരു 10-14 മിനിറ്റ് നേരത്തെ ആക്റ്റീവ് കളിക്കളത്തിൽ, പക്ഷേ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടാണ് അവൻ മടങ്ങിപ്പോയത്. റാഫീഞ്ഞ പതിവ് പോലെ വീണ്ടും പ്രകടനം നടത്തി. ലെവൻഡോസ്കി ഗോളടി തുടരുന്ന കാഴ്ച. അങ്ങനെ വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് ബാഴ്സലോണയ്ക്ക് ഈ കളിയിൽ സംഭവിച്ചത് എന്ന് തന്നെ പറയണം. സെവിയ്യയുടെ മൈതാനത്ത് വെച്ച് നടന്ന മത്സരത്തിൽ ബാഴ്സയുടെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് റോബർട്ട് ലെവൻഡോസ്കി, റാഫീഞ്ഞ, ഗവി, യമാൽ എന്നിവരൊക്കെ ഒരുമിച്ചാണ് അണിനിരുന്നത്. മറുഭാഗത്ത് റൊമേറോയാണ് സെവിയ്യയുടെ മുന്നേറ്റങ്ങൾ നയിച്ചത്. കളിയുടെ 7ാമത്തെ മിനിറ്റിൽ തന്നെ റോബർട്ട് ലെവൻഡോസ്കിയിലൂടെ FC ബാഴ്സലോണ ലീഡ് എടുത്ത് കഴിഞ്ഞിരുന്നു. ബാഴ്സലോണയുടെ ഒരു ആധിപത്യം അവിടെ തുടങ്ങിയായിരുന്നു. തുടർന്ന് 8ാമത്തെ മിനിറ്റിൽ വർഗാസിലൂടെ ആ ഗോൾ മടക്കിയടിച്ചു സെവിയ്യ. ആദ്യ പകുതി അവസാനിക്കുമ്പോൾ മത്സരം 1-1 സമനിലയിലായിരുന്നു. രണ്ടാം പകുതിയുടെ തുടക്കത്തിലാണ് ഗവിക്ക് പകരം ലോപ്പസ് കളിക്കളത്തിലേക്ക് വരുന്നത്. അതൊരു വല്ലാത്ത വരവായിരുന്നു. തൊട്ടു പിന്നാലെ പെഡ്രിയുടെ അസിസ്റ്റിൽ നിന്ന് ലോപ്പസ് ബാഴ്സലോണയ്ക്ക് ലീഡ് നേടിക്കൊടുത്തു. 55ാമത്തെ മിനിറ്റിൽ കുബാസിയുടെ അസിസ്റ്റിൽ നിന്നാണ് റാഫീഞ്ഞയുടെ ഗോൾ പിറക്കുന്നത്. അതോടുകൂടി ബാഴ്സലോണ 3-1 ലീഡിലേക്ക് കടന്നുപോയി. പക്ഷേ 62ാമത്തെ മിനിറ്റിൽ റെഡ് കാർഡ് കണ്ട് ലോപ്പസ് പുറത്തേക്ക്. മത്സരം പുരോഗമിക്കവേ ബാഴ്സലോണ ഒരു ഗോൾ കൂടി കണ്ടെത്തുകയുണ്ടായി. 89ാമത്തെ മിനിറ്റിൽ ഗാർഷ്യയുടെ ഗോൾ വന്നതോടെ 4-1 തകർപ്പൻ വിജയമാണ് FC ബാഴ്സലോണ നേടിയിരിക്കുന്നത്. ലാലിഗയിലെ കിരീട പോരാട്ടം വളരെയധികം സജീവമായി മാറിയിരിക്കുന്നു. 23 കളികളാണ് ഇപ്പോൾ കഴിഞ്ഞത്. അതിൽ 50 പോയിന്റോടെ റയൽ ഒന്നാമതാണെങ്കിൽ 49 പോയിന്റോടെ അത്ലറ്റിക്കോ രണ്ടാമത്, 48 പോയിന്റോടെ ബാഴ്സലോണ മൂന്നാമത്. ഇനി പോരാട്ടം കനക്കുമെന്നർത്ഥം. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീണ്ടും എത്താം.